2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തുകയാണ്. കോട്ടയം ചങ്ങനാശ്ശേരി SB കോളേജിന്റെ ശതാബ്ദി ആഘോഷത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. അതേസമയം ഉപരാഷ്ട്രപതിക്ക് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ NSS അനുമതി നിഷേധിച്ചു. ഈ സംഭവം ഇപ്പോൾ തന്നെ വിവാദമായി കഴിഞ്ഞു. മുൻകൂട്ടി അറിയിക്കാതെയാണ് ഈ സന്ദർശനം എന്നാണ് NSS പറയുന്നത്. അതാണ് NSSനെ ചൊടിപ്പിച്ചതും. ടോബി ജോൺസൺ കൂടുതൽ വിവരങ്ങൾ നൽകും ചങ്ങനാശ്ശേരിയിൽ നിന്ന്. പറയൂ ടോബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SK. ഇന്നാണ് ഉപരാഷ്ട്രപതി ഇവിടേക്ക് എത്തുന്നത്. വൈകുന്നേരം 3 മണിക്കാണ് SB കോളേജിൽ പരിപാടി അദ്ദേഹത്തിന് ഉള്ളത്. എന്തായാലും ആ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്ക് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ കാര്യങ്ങൾ കടന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താനുള്ള ഒരു ഷെഡ്യൂള് ഉപരാഷ്ട്രപതിയുടെ ഈ യാത്രാ ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നു. അതാണ് വലിയ വിവാദത്തിലേക്ക് പോയത്. പിന്നീട് ആ ഷെഡ്യൂൾ മാറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും അങ്ങനെ ഒരു അനുമതി തങ്ങളോട് ചോദിച്ചിട്ടില്ല എന്ന് NSS പറയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അനുമതി നിഷേധിക്കുന്നു, അല്ലെങ്കിൽ അനുമതി അത് അനുവദിച്ചില്ല. പ്രത്യേകിച്ചും ഉപരാഷ്ട്രപതിയാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ കയറി ഈ മന്നം സമാധിക്കുള്ളിലൊക്കെ കയറി അത് ഒരുക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതൊരു പുണ്യ സ്ഥലമായി തന്നെ കാണുന്ന ഒരു സ്ഥലമാണ് NSSനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അതിനുള്ള ബുദ്ധിമുട്ടാണെന്നാണ് ആദ്യം നൽകിയ വിശദീകരണത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് അറിയാൻ സാധിച്ചത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് ഈ കൃത്യമായി ഈ വിവരം അറിയിച്ചില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ഉച്ചയോടുകൂടി മാത്രമാണ് NSS നേതൃത്വത്തിന് ജനറൽ സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് ലഭിച്ചത്. അതും പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയപ്പോൾ മാത്രമാണ് ആ വിവരം അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മുന്നൊരുക്കവുമില്ലാതെ മുൻകൂട്ടി അനുമതി തേടാതെ വന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു അനുമതി നിഷേധിച്ചതെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ NSSുമായി ഉപരാഷ്ട്രപതിയുടെ ഓഫീസ് എന്തെങ്കിലും ആശയവിനിമയം നടത്തുമോ എന്ന് ആണ് നമ്മൾ ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിനു മുൻപ് തന്നെ ഒരു ആശയവിനിമയം നടത്തി ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങോട്ട് വരാനുള്ള നീക്കം നടത്തുമോ എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഉപരാഷ്ട്രപതിയുടെ ആ ഷെഡ്യൂൾ, യാത്രാ ഷെഡ്യൂൾ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സന്ദർശനം ഉണ്ടാകില്ല. തൊട്ടപ്പുറത്തുള്ള കോളേജിന്റെ NSS കോളേജിന്റെ ഗ്രൗണ്ടിലാണ് അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങുന്നത്. അവിടെ നിന്ന് നേരെ SB കോളേജിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നേരത്തെ NSSനോട് പറഞ്ഞിരുന്നത് ഇങ്ങനെ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സൗകര്യവും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക്, സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് താമസിക്കാനുള്ള സൗകര്യവും നൽകണമെന്ന് നേരത്തെ തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള അനുമതി നൽകിയിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു സന്ദർശനത്തെക്കുറിച്ചോ പുഷ്പാർച്ചന നടത്താനുള്ള അനുമതിയെക്കുറിച്ചോ ആരും സംസാരിച്ചിരുന്നില്ല. ഇന്നലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് സംസാരിച്ചപ്പോൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം അറിഞ്ഞത്. അതുകൊണ്ടാണ് അനുമതി നിശ്ചയിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കാൻ ഉപരാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്നും കാര്യങ്ങൾ, എന്തെങ്കിലും സംസാരങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും ദൂതന്മാരോ വരുമോ എന്നാണ് നമ്മൾ ഏവരും ഉറ്റുനോക്കുന്നത്. നിലവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്തായാലും NSS ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്കില്ല, വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഇല്ല എന്ന് തന്നെയാണ് ജനറൽ സെക്രട്ടറിയും പറഞ്ഞിട്ടുള്ളത്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.